വെക്കേഷനായിട്ട് എല്ലാവരുടെ പരിപാടി എന്താ? ഞങ്ങളിവിടെ രാവിലെ 8:45 ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് വട്ടിയൂർക്കാവ്. അപ്പോൾ അവരെ വീട്ടിലേക്ക് പോവാണ്. ബാക്കിയുള്ളവർ ഓൺ ദ വേ ആണ് വരുന്നുള്ളൂ. ഞങ്ങൾ ആദ്യം പോവാണ്. ഞങ്ങൾ ചെന്നിട്ട് വേണം അവിടെ ഫുഡിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കാൻ. അങ്ങനെ അവിടെ എത്തി നമ്മൾ ബിരിയാണി തുടങ്ങി ഉണ്ടാക്കാൻ. 5 കിലോ ബിരിയാണിയാണ് വെക്കുന്നത്. ഒരു 5-6 ഫാമിലി ഉണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ. ബാക്കിയുള്ളവർ എത്തിയപ്പം പിന്നെ അവരും കൂടെ സഹായം തുടങ്ങി കേട്ടോ. അങ്ങനെ ബിരിയാണിക്ക് ഏകദേശം ബിരിയാണിയൊക്കെ റെഡിയായി. ഇനി ദമ്മിടുന്ന പരിപാടിയിലേക്കാണ്. ലെയർ ലെയറായിട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പോൾ ഒരു അടിപൊളിയല്ലേ? നമ്മൾ ഇങ്ങനെ ഒരു വീട്ടിലൊക്കെ ഒത്തുകൂടുമ്പോൾ ഫുഡൊക്കെ ഒറ്റയ്ക്ക് വെച്ചിട്ട്. അപ്പോൾ അതേ ഇനി ചിരട്ട വെച്ചിട്ട് ബിരിയാണി ദമ്മിട്ട് റെഡിയാക്കി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് പൊട്ടിക്കാം. ദമ്മ് മൈദയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് ദമ്മിട്ടത്. അതിൻ്റെ കൂടെ കക്കും കരലും കൂടെ ഒരു പാർട്സ് കറിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബീഫ് ഒരു വരട്ടിയ കറിയുണ്ട്. അതൊക്കെ സിജിമോനായിട്ട് ഏറ്റെടുത്തു കേട്ടോ. ഇനി ദമ്മ് പൊട്ടിച്ചു, ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്യാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ മക്കൾക്ക് കൊടുക്കണം. അപ്പോൾ 5-6 ഫാമിലി ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരാദ്യം ഇരുത്തിയിട്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇനി ബാക്കി വലിയവരും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്ന് പറഞ്ഞുള്ള അവസ്ഥ ഉണ്ടല്ലോ, അതായിരുന്നു ഞങ്ങൾക്ക്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ അടങ്ങിയിരുന്നാൽ മതി. പക്ഷേ എന്ത് ചെയ്യാനാ, ഞങ്ങൾ നേരെ പോകുന്നത് കരമനയാറിലേക്കാണ്. അപ്പോൾ എല്ലാവരും മക്കളൊക്കെ ആദ്യം പോയിട്ട് പിന്നെ ബാക്കി ഞങ്ങളും ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ഇത് ആയിരംവല്ലി തമ്പുരാൻപാറ ക്ഷേത്രമാണ് ഈ തൊട്ടടുത്തുള്ളത്. അതിൻ്റെ അടുത്തു കൂടെ പോകുന്നതാണ് കരമനയാർ. കാണുമ്പോൾ സൈലൻ്റ് ആണെന്ന് തോന്നുമായിരിക്കും, പക്ഷേ എന്നാലും ഭയങ്കര അടിയൊഴുക്കുള്ളൊരു ടൈപ്പ് പുഴയാണ്. അതുകൊണ്ട് കുറച്ച് ഏരിയ നമ്മൾ വെള്ളം കുറച്ച് ഒഴുക്കുള്ള സ്ഥലത്ത് മാത്രം മക്കളെ ഇരുത്തിയിട്ടാണ് കളിപ്പിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ഞങ്ങൾ സമ്മതിച്ചില്ല കേട്ടോ. കാരണം വെള്ളം അടിയൊഴുക്കുള്ളതുകൊണ്ട് കുട്ടികൾക്ക് കാല് കുത്തുമ്പോഴത്തേക്കും വഴുക്കാണ്. നിറയെ പാറ ഉള്ളതുകൊണ്ട് പാറേൻ്റെ അടിയിൽ ചവിട്ടുമ്പോൾ വഴുക്കി പോയിട്ടേ മുങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൈഡിൽ കൂടെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലത്ത് നിന്നിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്, ചുറ്റും വലിയവരൊക്കെ കാവൽ നിൽക്കുകയാണ് കളിക്കുന്നതിൻ്റെ ഇടയിൽ കേട്ടോ. അങ്ങനെ ഞങ്ങളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം എല്ലാവരും കൂടെ വെള്ളത്തിൽ. അപ്പം ഇങ്ങനെയൊക്കെ ഒരു വെക്കേഷൻ ഒരു അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ? ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട്. നാട്ടിലിപ്പോൾ അടുത്തൊന്നും പോകുന്നില്ല. ഇനിയിപ്പം ഈ കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അപ്പം അതുവരെ ഇവിടേക്കൊന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചു. ഇതേ കണ്ടില്ല, അവിടെ നിന്നൊക്കെ നല്ല പാറയാണ്, വലിയ വലിയ പാറകളാണ് ഒഴുകി പാറേൻ്റെ ഇടയിൽ കൂടിയാണ് വെള്ളം ഒഴുകി വരുന്നത്. അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം മൊത്തം അവിടെ നിന്നും അത് കഴിഞ്ഞ് പിറ്റേന്നാണ് പോകുന്നത്. അപ്പം അതുകൊണ്ട് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ട് ചെയ്ത്. ഇതേ കണ്ടില്ലേ, ഇതാണ് അമ്പലം. അമ്പലത്തിൻ്റെ ആ മുകളിൽ വരെ എന്ന് പറഞ്ഞ പോലെ വെള്ളം വരും മഴക്കാലത്ത് നിറയായിട്ട്. അപ്പോൾ അത്രയും ഒഴുക്കാണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ അടുത്ത പാർട്ട് ഒന്നും കൂടെ പോയി കാണണം കേട്ടോ. ഓക്കെ.